നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ നഗരസഭയിലെ പരന്നേക്കാട് പ്രദേശത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അറവുശാല അടച്ചുപൂട്ടാനുള്ള കോടതി ഉത്തരവ് തിരൂർ നഗരസഭ ഭരണസമിതിക്കേറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതികൾ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കാൻ ചുമതലയുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അറവുശാല അശാസ്ത്രീയമായി പ്രവർത്തിച്ചതുമൂലം പ്രദേശവാസികൾക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയ്ക്ക് കാരണം നഗരസഭയുടെ പ്രതിഷേധ നിലപാടാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. അഴിമതിക്കാരുടെയും കെടുകാര്യസ്ഥതയുടെയും ജനവിരുദ്ധ നിലപാടുകളുടെയും കൂടാരമായി തിരൂർ നഗരസഭാ ഭരണം മാറിയതായി പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഏറ്റവും അനിവാര്യമായ ചുമതലകളാണ് ആരോഗ്യം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം തുടങ്ങിയവ. ഈ മൂന്ന് രംഗങ്ങളിലും തിരൂർ നഗരസഭാ ഭരണം ദയനീയ പരാജയമാണ് എന്ന് തെളിയിക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അറവുശാല ഏറ്റവും വൃത്തിഹീനമായ നിലയിലും മാലിന്യ സംസ്കരണോപാധികൾ സ്ഥാപിക്കാതെയുമാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അത് അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു നഗരസഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ LDF ഭരണകാലത്ത് വളരെ വേഗത്തിൽ ഏതാണ്ട് 75% പ്രവൃത്തികളും പൂർത്തീകരിച്ച ആധുനിക രീതിയിലുള്ള അറവുശാല, സ്ലോട്ടർ ഹൗസ്, ആ സ്ലോട്ടർ ഹൗസിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനമിതാ ഏതാനും ദിവസങ്ങൾക്കകം എന്ന് ചെയർപേഴ്സണും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമായി. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ്. പഴയ അറവുശാലയില്ല, പുതിയ അറവുശാലയും ഇല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മുടെ നഗരത്തിൽ മാംസം കഴിക്കുന്ന ധാരാളം ആളുകളും നിരവധിയായ ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഈ അറവുശാല പൂട്ടുന്നത് വഴി അനധികൃതമായ അറവുകൾ പെരുകാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അറവുശാലയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി തൊഴിലാളികളുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ബാധ്യതയും നഗരസഭയ്ക്കുണ്ട്. അറവുശാലയെ ആശ്രയിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ സംരക്ഷണം നഗരസഭയുടെ ബാധ്യതയാണെന്നും ഇതിനായി ബദൽ സംവിധാനം ഒരുക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S. ഗിരീഷ്, B. നന്ദൻ മാസ്റ്റർ, S. ഷബീർ അലി, C. നജ്മുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.